ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുന്ന ദിവസമായിരിക്കും അല്ലേ? അപ്പോൾ ഞാനും അങ്ങനെ ഇന്ന് ഇച്ചിരി റെസ്റ്റൊക്കെ എടുക്കുന്ന ദിവസമാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലത്തെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും ഞാൻ ഇനിയും ചെറിയ ഇത് കാണുന്നത് ഞാൻ പണ്ടൊക്കെ വിട്ട് കളയുമായിരുന്നേ. എനിക്ക് സമയമില്ല, എൻ്റെ സമയം വെറുതെ എന്തിനാണ് ഇത് വേസ്റ്റ് ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് വിട്ട് കളയുമായിരുന്നു. പക്ഷേ ഇനി ഞാൻ തീരുമാനിച്ചു, ചെറിയ കണ്ടൻ്റ് ആണെങ്കിലും അത് എനിക്ക് പറയേണ്ട ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ പറയും, പറഞ്ഞല്ലാതെ ഞാൻ പോവില്ല എന്ന് തീരുമാനിച്ചിട്ടാണ്. ഇതിനിടയ്ക്ക് കുറച്ച് പുഴുക്കൾ ഇങ്ങനെ നുഴഞ്ഞ് വരുന്നുണ്ട്. നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് വേറെ കാര്യം, ചിലത് വളരെ കുറച്ചെണ്ണം മാത്രം, 1-2 എണ്ണം മാത്രം, ഒന്നും പറയാനില്ല. ഞാനതാണ് നിങ്ങൾക്കിപ്പോൾ മറുപടി കൊടുക്കാത്തത്. എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അത് കണ്ട് സന്തോഷിക്കാനാണ് എനിക്കിഷ്ടം. സോ ഞാനത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ മരവാഴ പാവാട പറയുന്നുണ്ടായിരുന്നു വണ്ടിയിലിരുന്നിട്ട്, അവന് ചുറ്റും വല്ലാതെ മണക്കുന്നെന്ന്, സെപ്റ്റിക് ആ മാലിന്യം മണക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനോർത്ത് എൻ്റെ ഈശ്വര, എത്ര കാലമായി ഇവനിത് മണക്കാൻ തുടങ്ങിയിട്ട് ഇവന് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഇവനും പോകുന്ന എവിടെയും ഉണ്ടെന്നാണ് പറയുന്നത്. ചുറ്റും ഇങ്ങനെ ഈ ചിമ്പൻസി അത് കാണിക്കും, ഇങ്ങനെ മണം പിടിച്ചുകൊണ്ട് നടക്കാണ്. എടോ, തൻ്റെ തൊട്ടടുത്തിരിക്കുന്നു റൈറ്റ് സൈഡിൽ ഒരു സെപ്റ്റിക് ടാങ്ക് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. നിനക്ക് എവിടെ പോകുമ്പോഴും ഉപയോഗിക്കണമല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇത് കൊണ്ടു നടക്കുന്നത്. നിനക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കുന്ന സാധനമാണ് മണക്കുന്നത്. അത് നീ യൂസ് ചെയ്യാനാണ്, ഉപയോഗിക്കാനാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ നീ അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ മണം ഉണ്ടാവത്തില്ല. ഇന്നലെ അത് കണ്ട് ഒരുപാട് ചിരിച്ചു കേട്ടോ. ഇവൻ തന്നെ പറയുന്നുണ്ട്, ഇവൻ തന്നെ അതിൽ ക്ലൂ തരുന്നുണ്ട്, ഞാൻ പോകുന്നിടത്തൊക്കെ ഉണ്ടെന്ന്. നീ പോകുന്നിടത്തൊക്കെയുള്ള സെപ്റ്റിക് ടാങ്ക് ആ മാലിന്യം ഏതാണെന്ന് എനിക്ക് ഇതുവരെയും തിരിച്ചറിയാൻ പറ്റിയില്ല. അത് കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നാക്കിയിട്ട് കൊണ്ടു നടക്ക്. അല്ലെങ്കിൽ ഇതുപോലെ നീ പോകുന്ന വഴിക്ക് മുഴുവൻ മണമായിരിക്കും. എന്തായാലും അത് സഹിച്ച് ജീവിക്കട്ടെ. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ നിനക്കതങ്ങ് ശീലമാകും. പിന്നെ യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ മണവും നിനക്ക് നല്ല സുഗന്ധമായിട്ട് തോന്നും. ആ ബാഡ് സ്മെല്ല് നിനക്ക് നല്ല സുഗന്ധമായിട്ട് തോന്നും. അപ്പോൾ അതിനുള്ള മറുപടി അതാണ്. പിന്നെ ഞാൻ ഈ അവൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള ആ ഒരു ടാങ്കിലേക്ക്, ആ ഒരു സെപ്റ്റിക് ടാങ്കിലേക്ക് ഞാൻ പോകാറില്ല. അതിൻ്റെ കമൻസ് ഒന്നും ഞാൻ നോക്കാറേ ഇല്ല. പക്ഷെ അതിലുള്ള മെയിൻ കണ്ടന്റ് എന്താണെന്ന് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കുറച്ച് കമൻസുകൾ വഴിയിട്ട് എനിക്ക് മനസ്സിലാകും. അതിൽ നിന്ന് മനസ്സിലായ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. വീണ്ടും നമ്മുടെ പാവാടപ്പുള്ളച്ചനില്ലേ, കനന ചൊല്ലയിൽ അടമയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പുള്ളാച്ചനുണ്ടല്ലോ. ഇത് സാധനം എന്നെയും കൂടെ കൊണ്ടുപോകാൻ വരി, ഞാനും വരുക, എനിക്കൂടെ കുറച്ച് കുറ്റം പറയാനുണ്ട്, നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോകല്ലേ, ഷോ സാധനം ഞാൻ പിണങ്ങും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മുടെ ഒരു പുള്ളാച്ചനുണ്ടല്ലോ. വീണ്ടും ഇളകി തുടങ്ങി. എവിടെ 10 പെണ്ണുങ്ങൾ കൂടുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ പുള്ളാച്ചൻ പ്രസന്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത് പുള്ളാച്ചനെ വല്ലാത്ത ഇളക്കം തുടങ്ങി. പുള്ളാച്ചൻ്റെ വീട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് പുള്ളാച്ചനെ കാണാതെ പോയാൽ ഒന്നുകിൽ തൊട്ടടുത്തുള്ള അയൽക്കൂട്ടത്തിൽ പോയിട്ട് അന്വേഷിക്കുക, ഇല്ലെങ്കിൽ ബോംബെയിൽ നിന്ന് കുറ്റിപ്പറിച്ചു വന്ന ഒരു സാധനമുണ്ട്, ആൻമേരി മുഴുപ്പൻ, അവളുടെ അടുത്ത് പോയാൽ മതി. അവിടെ കാണണം, അവിടെ ഹാജരായിരിക്കും ആ സാധനം. അപ്പോൾ ആ സാധനം പുള്ളാച്ചനോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം നീ ഒരു സാധനമാണ്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ നിന്നെ പറയും, നീ പറയുന്നതിനനുസരിച്ച് ഞാൻ നിന്നെ പറയും. പിന്നെയുണ്ട് മറ്റേ നമ്മുടെ മുഴുപ്പേലം വെച്ച്, അത് എത്ര എന്നെ തല്ലേണ്ട അമ്മാവാ, ഞാൻ നന്നാവൂല എന്നും പറഞ്ഞുകൊണ്ട് കുറ്റി പറിച്ചു വന്ന സാധനം. അത് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണെന്ന് ഞാനൊരു സ്ഥലത്തിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞല്ലോ. കാര്യം അമ്മാതിരി ലാംഗ്വേജാണ് ഉപയോഗിക്കുന്ന, മുഴുവൻ അമ്മാതിരി ലാംഗ്വേജാണ്. അത് കവിഞ്ഞ് അതിലപ്പുറത്തേക്കോ അതിലിപ്പുറത്തേക്കോ അവർക്കറിയില്ല. അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് മുഴുവൻ അതാണ്. അപ്പം മുഴുപ്പേൽ തളച്ചോട് എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. പിന്നെ പിന്നെ മരവാഴ ലാസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവണം, എന്നും കാണണം എന്നൊക്കെ പറയുന്നു. എന്നും ഉണ്ടാവും. ഇനി അവർ ഈ പറയുന്ന തെറ്റുകളെല്ലാം അവർ ചെയ്തെന്ന് പറഞ്ഞാലും എന്നും ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ, അവർ ഒരുപാട് നീയും ഡാഗിനിയും കൂടെ ഉപദ്രവിച്ചു കഴിഞ്ഞു. നീയും ആ ഡാഗിനി തള്ളയും കൂടെ ഒരുപാട് ഉപദ്രവിച്ചു. അതുകൊണ്ട് തന്നെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിലുപരി ഒരുപാട് അവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് ഇനി എത്ര തന്നെയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവരുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ വലിയ സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഈ മറ്റേ ഡാഗിനി വിഷമില്ലേ, അവൾ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ, ഒരു കുട്ടിയെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവളവിടെ സന്തോഷിച്ച് ജീവിക്കുകയാണെന്ന്. അവർ സന്തോഷിച്ച് ജീവിക്കുന്നതാണ് ഈ ഡാഗിനിക്ക് കാണാൻ വയ്യാതെ. കുറച്ചെങ്കിലും വിവരമുള്ളവരൊന്ന് മനസ്സിലാക്കുക, ഇവരുടെ പ്രശ്നമല്ല ഇവർക്ക് പ്രശ്നം, അവരവിടെ സന്തോഷിച്ച് ജീവിക്കുന്നതാണ് ഈ കൊടിയ വിഷത്തിന് പ്രശ്നം. അതല്ലേ പറഞ്ഞത്, എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഒരുത്തനെ കൂടെ കൂട്ടി അവിടെ നിന്ന് വലിച്ചിറക്കി കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അത് പോരാ,
ആ ഇവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവളവിടെ വലിയ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കുവാണെന്ന്. അതാണ് ഇവളുടെ പ്രശ്നം. ആ നല്ല പിള്ള ചമഞ്ഞ് ജീവിക്കുന്നു എന്ന് പറയുന്ന അവരുടെ ചാനൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമുക്കിതിനൊക്കെ മാറ്റി വയ്ക്കാൻ സമയം വേണമല്ലോ, ഇതുപോലെ പാവാട പരിപാടിയല്ലല്ലോ നമ്മുടേത്. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ കുറേ സമയം കിട്ടിയപ്പോൾ ഞാനത് കണ്ടു. എന്തൊരു സന്തോഷമായെന്നറിയാം, മനസ്സ് നിറഞ്ഞ നല്ല പോസിറ്റീവ് വൈബുള്ള വീഡിയോസ് എല്ലാം. എങ്ങനെ ഒരു പെൺകുട്ടി ആവണം എന്നുള്ള ബെസ്റ്റ് എക്സാമ്പിൾ. അവരെന്ത് തന്നെ ആയിക്കോട്ടെ, പണ്ട് എങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പൊതുജനങ്ങളുടെ മുന്നിലേക്ക്, പബ്ലിക്കിലേക്ക് അവർ എത്തിക്കുന്ന മെസ്സേജ് എന്താണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനി അഥവാ അങ്ങനെ അല്ലാത്തൊരു മെസ്സേജ് അവർ എത്തിക്കുന്ന കാലത്തോളം നമുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് അവരാവശ്യമാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. പിന്നെ ഇവൻ പറയുന്നുണ്ടായിരുന്നല്ലോ, അവളെപ്പറ്റി ഞാൻ പറയുന്നില്ല, അമ്മയെപ്പറ്റി മിനിയമ്മയെപ്പറ്റി ഞാൻ പറയുന്നില്ല, നെഗറ്റീവാണ്, കംപ്ലീറ്റ് നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ്. എനിക്ക് വയ്യ, നെഗറ്റീവ് അടിക്കാത്തൊരു സാധനം. പിന്നെ എപ്പോഴും റൈറ്റ് സൈഡിലിരിക്കുന്ന ഒരു സാധനം, ഒരു ഫേസ് കണ്ടാലേ അറിയാം, ഫുൾ പോസിറ്റിവിറ്റി തങ്ങി നിന്ന് ഒരു ഓറയാണ്, ഈ വലിയൊരു ഓറയാണ് ഈ തലയ്ക്ക് ചുറ്റും. ഇങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇപ്പോൾ കുറച്ച് ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് മിനിയമ്മച്ചിക്ക് അവൾക്കിതാവും, അവൾക്കതാവും, അവൾ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻസൊക്കെ അതിലേ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നിനക്ക് പറ്റിയ ജോലി ഇത് തന്നെയാണ്. ഇങ്ങനെ ഈ പാവാട താങ്ങി മരവാഴക്കളി ഇതേ നിനക്ക് പറ്റൂ, അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി നിനക്ക് പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റില്ല. നിനക്ക് കുറച്ചെങ്കിലും ക്ലച്ച് പിടിക്കണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ പാവാടയാട്ടം ഇത് മാത്രമേ നിനക്ക് പറ്റൂ, അല്ലാതെ വേറൊരു ജോബ് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ ഇൻസ്പിറേഷനാണ്, ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടാണ് നീ നന്നാകുന്നതെന്ന്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ കാരണമാണല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടെങ്കിലും നീ നന്നാകും. കാര്യം ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടെങ്കിലും നിനക്ക് ഇൻസ്പിറേഷനായിട്ട് നീ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തും. അത് നല്ല കാര്യമല്ലേ, അത് നീ അപ്പോൾ യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയെങ്കിലും ഡിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ഇത് LLB ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല, ചെയ്യാം. പക്ഷെ അത് നിന്നിൽ എത്രത്തോളം യൂസ്ഫുള്ളാണ് എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയൊന്നും ഇരിക്കുന്നില്ല. നിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് നിനക്ക് ഈ സോഷ്യൽ മീഡിയയിലെ പാവാടയാട്ടം അത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ പറഞ്ഞതിനൊക്കെ ഇത്രയേ ഉള്ളൂ മറുപടി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ആ ഒരുത്തിയുടെ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ നാളെ അങ്ങ് ശരിയാക്കി തരും, പറഞ്ഞാൽ നോക്കിക്കോ ഞാൻ ശരിയാക്കും, നാളെ തന്നെ ശരിയാക്കാനായിട്ട് കണ്ടന്റ് ഒന്നും കിട്ടാതെ ഒരു മാർഗ്ഗവും ഇല്ലാതെ വന്നപ്പോഴത്തേനും ജസ്റ്റ് ആ കോമഡി കാണിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണോ, കോമഡി രീതിയിൽ സിമ്പിളായിട്ട് അങ്ങ് വിട്ടിട്ട് അങ്ങ് പോവുകയാണോ? തെളിവുകളെല്ലാം മുങ്ങിപ്പോയോ, വെള്ളത്തിലൊലിച്ചു പോയോ, നിൻ്റെയൊക്കെ കയ്യിലിരുന്ന തെളിവുകളെല്ലാം നശിച്ചു പോയോ? നാണമില്ലേ നിനക്കൊന്നും? ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഇത് തന്നെയല്ലേ ഒരു ഭീഷണി, നാളെ ഞാൻ ഇത് കൊണ്ടുവരും, അത് കൊണ്ടുവരും, വെട്ടിവെക്കും, എന്നിട്ടൊരു നല്ല പിള്ള ചമച്ചില് അവളവിടെ ഇരുന്നിട്ട് അങ്ങനൊന്നും പറയല്ലേ, അവള് പറയുന്നല്ലേ നമ്മൾ നമ്മളും അവളും തമ്മിൽ എന്താ വ്യത്യാസം? അതായത് സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുകയില്ല. ആ പുതിയ വീഡിയോസ് മാത്രം കാണുന്നവർക്ക് തോന്നും, എന്ത് നല്ലൊരു പെണ്ണ്, അവളുടെ സംസാരം നോക്കിക്കേ, അവള് ബാഡായിട്ട് ഒന്നും പറയില്ല, വൃത്തികെട്ടതായിട്ട് ഒന്നും പറയില്ല എന്ന് പുതിയ ആളുകളെ തോന്നിപ്പിക്കാനുള്ളൊരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ അതാണ് ആ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണം, പുതിയ ആളുകളാണെങ്കിലും അവിടെ കാണുന്നവർ എൻ്റെ വീഡിയോയും കൂടെ കണ്ടാൽ മനസ്സിലാക്കണം, അത് ജസ്റ്റ് അവളുടെ ആക്ടിംഗ് ആണ്, വമ്പൻ ആക്ടിംഗ് ആണെന്ന് മനസ്സിലാക്കണം. അത് എക്കാലത്തും ഇങ്ങനെ നനഞ്ഞ പടക്കങ്ങളായിട്ട്, പൊട്ടാത്ത പടക്കങ്ങളായിട്ട് ജീവിക്കാനുള്ള ഇടം നിനക്കൊക്കെ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഓക്കേ.